بسم الله الرحمن الرحيم لا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ, മർക്കസ് സഖാഫത്തി സുന്നിയ അതുല്യമായ സേവനങ്ങൾ അർപ്പിച്ച് ദിനേന മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ മഹൽ പ്രസ്ഥാനം, ഈ മഹത്തായ സ്ഥാപനം അതിൻ്റെ 37ാം വാർഷിക സമ്മേളനം സമാപിച്ച് ഈ മഹത്തായ മർക്കസിന് ശിലയിടാൻ നിമിത്തമായ SYS എന്ന മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ, നൂറുൽ ഉലമ തുടങ്ങിയ മഹാന്മാരാൽ വളർത്തപ്പെട്ട SYSന്റെ 60ാം വാർഷികത്തിനു വേണ്ടി വെമ്പൽ കൊണ്ട് പ്രവർത്തന രംഗത്തിറങ്ങാൻ ഒരുമിച്ച് കൂടിയ, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രതിജ്ഞയെടുത്ത ഉസ്താദിന്റെ വാക്കുകൾ പൂർണ്ണമായും ചെവിക്കൊണ്ട നിങ്ങളെ കൂടുതൽ സമയം ഇരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അല്പസമയം മാത്രം സംസാരിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും അടക്കങ്ങളും എല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകും. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബ അല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിന്റെ വിരോധികളെ സംബന്ധിച്ച് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രകാശത്തെ അവരുടെ വായകൾ കൊണ്ട് അവർ ഊതിക്കെടുത്തിക്കളയാൻ ഉദ്ദേശിക്കുകയാണ്. പക്ഷേ അല്ലാഹുവിന്റെ ഒളിവ്, അല്ലാഹുവിന്റെ പ്രകാശം, അവൻ നൽകുന്ന വെളിച്ചം, പരിശുദ്ധ ഇസ്ലാം, അതിനെ പൂർത്തീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതിനാൽ തന്നെ അവരുടെ മനക്കോട്ടകൾ തകർത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രകാശത്തെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിശ്വാസികളായ, അസത്യത്തിന്റെ വക്താക്കളായ, സത്യത്തിന്റെ വിരോധികളായ ആളുകൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, ശരിയായ ദീനുമായി സന്മാർഗവുമായി അവന്റെ റസൂലിനെ പറഞ്ഞയച്ചവൻ അല്ലാഹുവാണ്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, എല്ലാ ആശയങ്ങളെക്കാളും എല്ലാ ആദർശങ്ങളെക്കാളും ഏറ്റവും നന്നായി അല്ലാഹുവിന്റെ ദീൻ ഇവിടെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കാനാണ് അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുള്ളത്. വലൗ കരിഹൽ മുശ്രികൂൻ, അബൂജഹലിനെ പോലുള്ള വിരോധികളായ മുശ്രിക്കുകൾ അതിനെ വെറുത്താലും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. മർക്കസിന്റെ മുന്നേറ്റം, അതുപോലെ നമ്മുടെ മഹത്തായ സംഘടനയുടെ മുന്നേറ്റം ഈ മഹത്തായ വചനത്തിന്റെ ഫലമായി നാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ മഹത്തായ മർക്കസിനു വേണ്ടി ഇന്നേ വരെ പ്രവർത്തിച്ചവരും സഹായിച്ചവരും സഹകരിച്ചവരും ഈ മർക്കസിന് ശിലയിടുകയും ഈ മർക്കസിന് എല്ലാവിധത്തിലും പ്രവർത്തിച്ച് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരികയും
ചെയ്ത മഹാനായ ശൈഖുനാ ഉസ്താദ് അവർകൾ മുതൽ എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കുകയും ഇനിയും ഇത് ഉയരത്തിൽ പറക്കുന്നതായി കാണാൻ നമുക്കും അവർക്കും സഹകാരികൾക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ചെറിയ ഒരു വിഷയമല്ല. 800ഓളം വിദ്യാർത്ഥികൾ പഠിച്ച് ഈ വർഷം മാത്രം ഇവിടെ ഈ വർഷത്തിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ ബിരുദം വാങ്ങി സനത് വാങ്ങി ഇറങ്ങുന്ന സന്തോഷകരമായ കാഴ്ചക്ക് സാക്ഷ്യം വഹിച്ചവരാണ് നാം. എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങളും നന്നായി പഠിക്കുക, പഠിച്ചുയരുക, പഠിച്ചു വളരുക, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാഹുവിന്റെ ദീൻ നിലനിൽക്കണമെങ്കിൽ ദീനിനെ കുറിച്ച് അറിവുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ടാകണം. പണ്ഡിതന്മാര് മുഖേനയല്ലാതെ അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കുകയില്ല. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, വിവരമുള്ളവരും ഇല്ലാത്തവരും സമമാണോ എന്ന് ചോദിക്കൂ നബിയേ എന്ന് പരിശുദ്ധ ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. വിവരമുള്ളവർക്ക് മാത്രമേ അല്ലാഹുവിന്റെ ദീൻ നിലനിർത്താൻ കഴിയൂ. ഇതുകൊണ്ടാണ് ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ കഴിയുന്നവർ ആര് എന്നത് അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫയിൽ വിവരിക്കുമ്പോൾ വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ, തികഞ്ഞ പണ്ഡിതന്മാർക്കല്ലാതെ ഖുർആനിന്റെ മോഡലുകൾ മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നർത്ഥം വരുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്ത് എടുത്തു ധരിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അല്ലാഹുവിനെ ഭയപ്പെടണമെങ്കിൽ അല്ലാഹുവിനെ കുറിച്ച് അറിവ് വേണം. ഏതൊരു വിഷയത്തിന്റെയും ഗൗരവം ഉൾക്കൊള്ളണമെങ്കിൽ ഗൗരവത്തെക്കുറിച്ച്, വിഷയത്തെക്കുറിച്ച്, അതിന്റെ ഗൗരവത്തെക്കുറിച്ച് വിവരം വേണം. നാം പഠിക്കുന്ന അറിവ് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ്, അതിനേക്കാൾ മുന്തിയ വേറൊരറിവും ഇല്ല. മർകസു സഖാഫത്തി സുന്നിയ ഭൗതികവും ആത്മീയവുമായ വിദ്യകൾ പകർന്നു കൊടുക്കുന്ന വളരെ മഹത്തരമായ, വളരെ ഉദാത്തമായ സേവനം ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു കേന്ദ്രമാണ്. എന്നാൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട് പറയുന്നു, ഇൽമിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അറിവ് യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ, ഭൗതികമായ അറിവ്, അത് ആത്മീയമായ പുരോഗതി ഇല്ലാത്തവർക്കും അല്ലാഹു നൽകാൻ സാധ്യതയുള്ള അറിവാണ്. ആ അറിവ് എവിടെ വെച്ചും ആർക്കും ആരിൽ നിന്നും നേടാൻ കഴിയുന്ന അറിവാണ്. അതേസമയം ആത്മീയമായ അറിവ് മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ആത്മീയമായ അറിവ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തവർക്ക് മാത്രം അല്ലാഹു നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മുന്തിയ അറിവ്, ഏറ്റവും മുന്തിയ ലോകത്ത് വിജയം കൈവരിക്കാൻ നിമിത്തമാകുന്ന അറിവാണ്. അത് ദീനിയായ അറിവാണ്. ഇവിടെ പണ്ഡിതന്മാർക്കാണ് ബിരുദം നൽകിയിട്ടുള്ളത്. ആ പണ്ഡിതന്മാരിൽ പലരെയും എനിക്കറിയാം. അവരിൽ ഒരുപാട് പണ്ഡിതന്മാർ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ PG എടുത്ത പണ്ഡിതന്മാരാണ്. അതോടുകൂടി അവർ മതപരമായും PG എടുത്ത് അവർ ഇവിടെ രംഗത്ത് വരികയാണ്. അങ്ങനെ ഭൗതികവും ആത്മീയവുമായ വിവരങ്ങൾ രണ്ടും നേടിയ ധാരാളം ആളുകൾ ഇന്നിവിടെ ബിരുദമെടുത്ത് പുറത്തിറങ്ങിയ കൂട്ടത്തിലുണ്ട്. എന്നാൽ ചിലപ്പോൾ ഭൗതികമായി കൂടുതൽ പഠിച്ചില്ലെങ്കിൽ തന്നെ പള്ളി ദർസുകളിലും മറ്റും പഠിച്ച് അങ്ങനെ ഇംഗ്ലീഷ്, ഉറുദു തുടങ്ങിയ ഭാഷകളിൽ നിന്ന് നേടി അവർ മതപരമായി ബിരുദമെടുത്ത പണ്ഡിതന്മാരും ആ കൂട്ടത്തിലുണ്ടാകാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാം ദീനിന്റെ ആത്മീയമായ അറിവ്. ആ അറിവിനെ വെല്ലുന്ന ഒരറിവ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന, അശ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹാന്മാരായ സഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അയിമ്മത്ത് മുജ്തഹിദുകളും പഠിപ്പിച്ച ആ അറിവിനെ വെല്ലുന്ന വേറൊരു അറിവും ലോകത്ത് ഇല്ലേ ഇല്ല. ആ അറിവ് നേടി വിജയിച്ച് രംഗത്ത് വരുന്ന നമ്മുടെ യുവ പണ്ഡിതന്മാരെ കാണുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്കും അവരുടെ നാട്ടുകാർക്കും
അവരുടെ സഹകാരികൾക്കും ഉണ്ടാകുന്ന സന്തോഷം അത് എത്രയും പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. അല്ലാഹു ജല്ല ജലാലുഹു ധാരാളം പണ്ഡിതന്മാരെ സമൂഹത്തിന് സേവനം ചെയ്യാൻ, ഈ മർക്കസിന് ഇനിയും സംഭാവന ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, വളരെ വ്യക്തമായി പഠിപ്പിച്ചു, ലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന അസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഒരു കാര്യത്തെ സംബന്ധിച്ച് ആ കാര്യത്തിന്റെ ഗൗരവമനുസരിച്ച് വിവരം നേടിയിട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. എല്ലാ വിഷയത്തിനും ഒരേപോലെ അറിവുണ്ടാകണം എന്നില്ല. അത് നമ്മൾ പലപ്പോഴും പല സ്റ്റേജുകളിലും വിവരിച്ച ഒരു കാര്യമാണ്. ചില വിഷയങ്ങൾക്ക് ഉറപ്പ് കിട്ടണം, ചില വിഷയങ്ങൾക്ക് സംശയമുണ്ടായാൽ മതി. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി, ഇമാം നവവി തുടങ്ങിയ സർവ്വ പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. മദീന ശരീഫിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ മദീനയിൽ കടക്കുന്നതിന് മുമ്പ് കുളിക്കൽ സുന്നത്തുണ്ട്. മദീനയിലേക്ക് പോകുമ്പോൾ സലാത്ത് വർദ്ധിപ്പിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. സലാത്ത് പല സ്ഥലങ്ങളിലും പ്രത്യേകം സുന്നത്തുണ്ട്. നമ്മുടെ സമ്മേളനങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ സലാത്ത് ചൊല്ലിയിട്ടാണ് പിരിയാറുള്ളത്. കാരണം സലാത്ത് എന്നത് സദസ്സ് പിരിയുമ്പോൾ പ്രത്യേകം സുന്നത്തുള്ള ഒരു കാര്യമാണ്. ഇതേപോലെ മീറ്റ് ചെയ്യുന്ന സമയത്ത് പരസ്പരം സമ്മേളിക്കുമ്പോൾ രണ്ടാളുകൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ പഴയകാലത്ത് പലരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞതിന് ശേഷം കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുമ്പോൾ പഴയ ചില ആളുകൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് സലാത്ത് ചൊല്ലുന്നത് കേൾക്കാറുണ്ട്. മീറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം സലാത്ത് സുന്നത്തുണ്ട്. സദസ്സ് പിരിയുന്ന സമയത്ത് പ്രത്യേകം സലാത്തുണ്ട്. അതുകൊണ്ടാണ് 3 സലാത്തോടുകൂടി പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് സാധാരണയായി പറയാറുള്ളത്. പിരിച്ചുവിടുമ്പോ ഒരു സലാത്ത് സുന്നത്തുണ്ട്. ഇരിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന നാട്ടിലേക്ക് പോകുമ്പോൾ പ്രത്യേകം സലാത്ത് സുന്നത്തുണ്ട്. എന്നാൽ മദീനയിലെ മണ്ണ് ബിസ്മില്ലാഹി തുർബത്തു അർളിന ബിരീഖത്തി ബഅദിന യസ്ഫി ബിഹി സഖീമന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ മണ്ണിന് ശിഫയുണ്ട് എന്ന് പ്രത്യേകം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ മദീനയിലെ മണ്ണിലേക്ക് ഒരാൾ കയറി ചെന്നാൽ മദീനയിലെ എല്ലാ സ്ഥലങ്ങളെയും ആദരിക്കണം, എല്ലാ മണ്ണിനെയും ബഹുമാനിക്കണം. അതിന് പണ്ഡിതന്മാര് പറഞ്ഞ ഒരു നിമിത്തം എന്താണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പക്ഷേ ആ മണ്ണിൽ അവിടെ ചവിട്ടിയിട്ടുണ്ടാകാം, ഒരു പക്ഷേ അവിടെ ഇരുന്നിട്ടുണ്ടാകാം, ഒരു പക്ഷേ അവിടുന്ന് പങ്കെടുത്തപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് പരിശുദ്ധ ഖുർആൻ വഹി നൽകിയിട്ടുണ്ടാകാം. അങ്ങനെ ഒരു ചെറിയ സാധ്യത മദീനത്തെ മുഴുവൻ മണ്ണിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്പർശനം ഏറ്റതാകാനുള്ള സാധ്യതയുള്ളതിനാൽ, ഒരു സംശയമുള്ളതിനാൽ മദീന പ്രദേശം മുഴുക്കെ ആദരിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം, ബറക്കത്തെടുക്കപ്പെടണം എന്നാണ് മഹാന്മാരായ ഇമാം ഗസാലി റഹിമഹുല്ലയെ പോലെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങളെ പോലെ, ഇബ്നു ജമാഅയെ പോലെ, ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പോലുള്ള സർവ്വ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഒരു വിഷയം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന നിലക്ക് ഒരു വസ്തുവിനെ ബഹുമാനിക്കുകയോ ബറക്കത്തെടുക്കുകയോ ചെയ്യണമെങ്കിൽ അതിന് ഉറപ്പ് കിട്ടണമെന്നില്ല, സംശയമുണ്ടായാൽ മതി എന്ന് ഞാൻ പറഞ്ഞതിന്റെ സാരം. അതേ സമയത്ത് ഒരു വിഷയം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ പറയുമ്പോൾ, നമ്മളൊരു മസ്അല, ഒരു തീരുമാനം പറയുമ്പോൾ, ഒരു നയം പ്രഖ്യാപിക്കുമ്പോൾ അವೆല്ലാം നാം ഉറപ്പുള്ളതേ പറയാവൂ. ഞാനിങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ പഴയ കാലം പോലെയല്ല. പഴയ കാലത്തൊരു വാർത്ത കേൾക്കണമെങ്കിൽ റേഡിയോ കേൾക്കണം, അല്ലെങ്കിൽ മറ്റ് പത്രങ്ങൾ കാണണം. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവരും റിപ്പോർട്ട് നൽകുന്നവരും എല്ലാവരും റിപ്പോർട്ട് കിട്ടുന്നവരും ആണ്. സോഷ്യൽ മീഡിയകൾ, എല്ലാവരുടെ കൈവശത്തിലും സോഷ്യൽ മീഡിയകൾ പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ
വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ലോകമാണ്. കാരണം എവിടെയെങ്കിലും ഒരു പണ്ഡിതൻ പോയി ഒരു കല്യാണത്തിന് പങ്കെടുത്ത് ആ കല്യാണത്തിന്റെ വീട്ടിൽ വെച്ച് ഒരു കോഴിക്കാല് എടുത്ത് കടിച്ചാൽ അമേരിക്കയിൽ ഫേസ്ബുക്കിലുണ്ടാവും, അല്ലെ വാട്സപ്പിലുണ്ടാവും. അത് കടിച്ചത് വയനാട്ടിലെ ഒരു മൂലയിൽ വെച്ചാണെങ്കിലും ശരി. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പറയട്ടെ, ഈ ഫേസ്ബുക്കുകൾ അല്ലെങ്കിൽ വാട്സപ്പുകൾ, ഈ സോഷ്യൽ മീഡിയകൾ നമ്മൾ ആവശ്യത്തിന് വേണ്ടി മാത്രം, ആവശ്യമുള്ളയിടത്ത് മാത്രം, ആവശ്യാനുസരണം മാത്രം, ഊഹാപോഹങ്ങൾക്കടിമപ്പെടാതെ, സത്യമോ അർദ്ധസത്യമോ കളവോ എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാതെ, ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വസ്തുതകൾ മനസ്സിലാക്കാതെ ഈ സോഷ്യൽ മീഡിയകളിലൂടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏർപ്പാട് ദീനിനും പ്രസ്ഥാനത്തിനും അപകടം ചെയ്യുമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇദാ ജാഅഹും അംറുൻ മിനൽ അംനി അബിൽ ഖൗഫി അദാഉ ബിഹി വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. പരിശുദ്ധ ഖുർആൻ ഒരു റിപ്പോർട്ട് സമൂഹത്തിന് കൈമാറുന്നതിനെ സംബന്ധിച്ച് അദബ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ അദബ് എന്താണ്? ഏത് കക്ഷികൾക്കും ഏത് റിപ്പോർട്ടും വിടാം എന്നല്ല, മറിച്ച് അതിന് അർഹതപ്പെട്ട മഹാന്മാർ അല്ലെങ്കിൽ നേതാക്കൾ, അതിലേറ്റവും മുൻപന്തിയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്, ഏത് റിപ്പോർട്ട് എങ്ങനെ നൽകി? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാഴ്ചപ്പാട് എന്താ? ഇത് നോക്കാതെ ഒരു വിഷയത്തെ സംബന്ധിച്ച് പ്രഖ്യാപിച്ചുകൂടാ എന്നതാണ്. ഇതാണല്ലോ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ മുതഅല്ലിമീങ്ങൾ ഓതിയിട്ടില്ലേ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടി കിട്ടി. മുതിർന്ന വിദ്യാർത്ഥിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജൂനിയർ വിദ്യാർത്ഥിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അടിച്ചു. എന്തുകൊണ്ടാണ് ഈ സീനിയർ വിദ്യാർത്ഥി ജൂനിയർ വിദ്യാർത്ഥിയെ അടിച്ചത്? അടിച്ചതിന്റെ കാരണം ഈ ജൂനിയർ വിദ്യാർത്ഥി പെട്ടെന്ന് പുറത്തു പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയം പെട്ടെന്ന് പുറത്തു പറഞ്ഞു എന്നതായിരുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അങ്ങനെ പറഞ്ഞാൽ ഇവിടെ പലരും തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു വിഷയം ഇദ്ദേഹം പറഞ്ഞു. വിഷയം പറയാൻ എന്റെ ലക്ഷ്യമല്ല, ഞാൻ ഈ വിഷയത്തിന്റെ സൂചന മാത്രമാണ് നൽകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവൻ, അത് അംഗീകരിച്ചവൻ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ ചിലര് അവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി, നിസ്കാരമൊന്നും വേണ്ട എന്ന് തെറ്റിദ്ധരിക്കുന്നവരും ഉണ്ടാകാം. അതുകൊണ്ട് അങ്ങനെ അത് പച്ചയായി അങ്ങ് പറയാൻ അർഹതപ്പെട്ടവരോടല്ലാതെ പറ്റില്ലല്ലോ എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞപ്പോൾ ആ സീനിയർ വിദ്യാർത്ഥിയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിന് ഏറ്റവും വലിയ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കൊടുത്തു. അവിടെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ അടി തൽക്കാലം ലാഭം എന്ന് മാത്രമേ ഉള്ളൂ, കംപ്ലൈന്റ് ഉള്ളൊരു കാര്യവും കിട്ടിയിട്ടില്ല. കാരണം ഒരു വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുള്ള അത്രത്തോളം പരിപൂർണത അന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് എത്തിയിട്ടില്ല. ഇതുപോലെ ഇതൊരു ചെറിയ ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. നമ്മളൊരു വിഷയം കിട്ടുമ്പോഴേക്ക് എല്ലാ സ്ഥലത്തും എല്ലാവർക്കും പ്രചരിപ്പിക്കാനുള്ളതാണ് എന്ന ഒരു ധാരണ നമ്മുടെ പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടാകരുത്. നേതൃത്വം എന്ന് പറയുന്നു, നേതൃത്വം എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് വേണം ഏത് വിഷയത്തിലും നമ്മൾ സംസാരിക്കാനും പ്രചരണം നടത്താനും എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ സത്യമോ അർദ്ധസത്യമോ എന്ന് മനസ്സിലാക്കാതെ ചില വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടാൻ തുടങ്ങിയാൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് അനുഭവിക്കുമ്പോഴാണ് പലർക്കും മനസ്സിലാവുക. അതിനാൽ അത്തരം കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാല് ഭാഗത്തും ഈ സത്യത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്ന ശത്രുക്കളാണ് എന്ന ബോധം നമ്മുടെ പ്രവർത്തകന്മാർക്ക് എല്ലാ സമയത്തും ഉണ്ടായിരിക്കണം. കാരണം സത്യത്തിന് എന്നും എതിരാളികളുണ്ടാകും. അവരെ എത്ര തന്നെ നമ്മൾ വയത് പറഞ്ഞാലും
ഫീ വാബിലിൽ മത്വരി. റസാനത്ത് അതാണ് പറഞ്ഞത്. റസാനത്ത് പറഞ്ഞു, നല്ല വെയിലുള്ള സമയത്ത് ചെറിയ പക്ഷികൾ വളരെ അകലങ്ങളിൽ പാറിപ്പറന്നു പോയി ഉണങ്ങിയ ചില്ലികൾ, മരച്ചില്ലികൾ എടുത്തുകൊണ്ടുവന്ന് കൂട് കെട്ടി. അങ്ങനെ ഓരോ പക്ഷികളും ഓരോ മർക്കസുകൾ ഉണ്ടാക്കി. അതിന് കഴിയുന്ന മർക്കസ് കാന്തപുര സാഹ് ഉണ്ടാക്കിയ പോലത്തെ വലിയ മർക്കസ് അല്ല, ചെറിയ പക്ഷി. ആ പക്ഷിക്ക് കഴിയുന്ന ചെറിയ മർക്കസ് ഉണ്ടാക്കി. ആ മർക്കസിൽ, ആ വീട്ടിൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് സുരക്ഷിതമായി കഴിയുകയാണ് ഈ പക്ഷി. അപ്പോഴാണ് അതേ മരത്തിന്റെ മേലെ കഴിഞ്ഞുകൂടുന്ന ഒരു ജീവി. ആ ജീവി ഈ വേനൽക്കാലത്ത് കളിച്ചും കൊഞ്ഞനം കാട്ടിയും ഓടി നടന്നതാണ്. ആരെങ്കിലും ചുരം കയറി വരുമ്പോൾ വല്ലതും കൊടുത്താൽ അത് സ്വീകരിക്കും എന്നല്ലാതെ ആ ജീവി ഒരിക്കലും സ്വന്തമായി പണിയെടുത്ത് തിന്നിട്ടില്ല. അങ്ങനെയുള്ള ഈ ജീവി മരത്തിന്റെ മേലെ നിന്ന് ഈ പക്ഷി കൂട്ടിൽ നനയാതെ കൂടുന്നത് കാണുകയാണ്. ആ ജീവി മെല്ലെ വന്ന് ഈ പക്ഷിയുടെ കൂടൊന്ന് നോക്കുകയാണ്. അപ്പൊ ഈ പക്ഷിക്ക് തോന്നി, ഒരു നല്ല വാവ് ഇയാളോട് പറഞ്ഞാൽ എന്താ എന്ന് തോന്നി. അങ്ങനെ ഈ പക്ഷി ഒരു ചെറിയ വാവ് പറഞ്ഞു. ആ വാവിൽ പക്ഷി പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? സാർ, നിങ്ങളും ഇതുപോലെ വേനൽക്കാലത്ത് കുറെ അധ്വാനിച്ച് ഒരു വീട് നിർമ്മിച്ചിരുന്നുവെങ്കിൽ, ഒരു ചെറിയ മർക്കസെങ്കിലും ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ നനയേണ്ടി വരില്ലായിരുന്നു. നിങ്ങൾക്കും അവിടെ സുരക്ഷിതമായി കഴിയാമായിരുന്നു. ഈ ഉപദേശം കേട്ട് എന്നാൽ ഇനി അടുത്ത വേനലിൽ ഞാനും ഒരു മർക്കസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ ജീവി ആ ചില്ലിയിൽ നിന്ന് ചാടി ഇറങ്ങി, അല്ലെങ്കിൽ ചാടിക്കയറി ഈ പക്ഷിയുടെ ചെറിയ കൂട് അതെങ്ങനെയുണ്ട് എടുത്തെറിഞ്ഞ് നശിപ്പിക്കാനെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജീവി. ഈ ജീവിയെ പോലെയാണ് നല്ല ചിന്തയില്ലാത്ത, മോശമായത് മാത്രം ചിന്തിക്കുന്ന, നല്ലതിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമൂഹത്തിന്റെ സ്വഭാവമെന്നും അവരോട് നിങ്ങൾ എത്ര ഉപദേശിച്ചാലും ഫലം ചെയ്യുകയില്ലെന്നുമാണ് റസാനത്ത് ഉപദേശിച്ചിട്ടുള്ളത്. മറ്റു ചിലർക്ക് ഉപദേശം തീരെ ഫലം ചെയ്യില്ല എന്നല്ല, അവർ ചിലപ്പോൾ ഉപദേശം കേട്ടാൽ അവർ സമൂഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആശയത്തിൽ തന്നെ വ്യതിചലിച്ചു പോകും. അവർ തീരെ വിട്ടുപോകും. അതിനും പറഞ്ഞു. അതേ റസാനത്ത് മറ്റൊരു ഉദാഹരണം. അതേ ജീവികളെ കൂട്ടത്തിൽ ഒരു ജീവിയാണ് ഉണക്ക് പിട്ട ഉരുട്ടിക്കൊണ്ടുപോകുന്ന വണ്ടുകൾ. ആ വണ്ടിങ്ങനെ ഈ ഉണക്ക് പിട്ട ഉരുട്ടിക്കൊണ്ടുപോയിട്ട് അതിന്റെ മൂക്കിനെപ്പോഴും കിട്ടുന്ന നാറ്റം, ദുർഗന്ധമാണ്. ഒരിക്കലും അതിനൊരു സുഗന്ധം കിട്ടുന്നില്ല. അപ്പൊ പിന്നെ തോന്നി, ഈ സാധുവിന് ഒരു അല്പം അത്തറ് മണപ്പിച്ചു കൊടുത്താൽ എന്താ എന്ന് മനസ്സിലാക്കി ഒരാൾ ഈ പിട്ട ഉരുട്ടിക്കൊണ്ടുപോകുന്ന വണ്ടിന് ഒരൽപ്പം അത്തറ് മണപ്പിച്ചു കൊടുത്താൽ അത്തറ് മണപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ജീവി അങ്ങനെ തന്നെ ചത്തുപോകും. കാരണം അതിന്റെ തരിമൂക്കിന് ആ നല്ല മണം ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ഇങ്ങനെയാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ചിലർ. അത്തരത്തിലുള്ള ധാരാളം ആളുകൾ പുറത്തുണ്ടെന്ന ബോധം നമ്മുടെ പ്രവർത്തകന്മാർക്കുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുന്നു. നീട്ടിപ്പറയുന്നില്ല. ഉറപ്പുള്ളത് പറയണം, ഉറപ്പാക്കിയിട്ട് പറയണം, കാര്യങ്ങൾ ഗ്രഹിച്ച് പറയണം. അല്ലാതെ പറഞ്ഞ് നമ്മൾ പെട്ടുപോകാൻ പാടില്ല. മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, സുഹൃത്തുക്കളെ, മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വരും. അതിന് പല കാരണങ്ങളുണ്ട്. മുമ്പൊരിക്കൽ ഒരു വലിയ വിഷയം, വളരെ ഗൗരവമേറിയ വിഷയം, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും മനപ്രയാസമുണ്ടാക്കിയ ഒരു സമയം, മഹാനായ ഉസ്താദ് അവറുകളുടെ പേരിൽ ഒരു വലിയ ആരോപണം വന്നിരുന്ന ഒരു സമയം. അന്ന് എറണാകുളത്ത് നമ്മുടെ അഹമ്മദ് കുട്ടി ഹാജിയുടെ ഹോട്ടലിൽ ഉസ്താദിന്റെ സമീപത്ത് ഞാനും നിൽക്കുമ്പോ ഒരു മാസികയിൽ നിന്ന് ഒരു ഫോൺ വരികയാണ്. വിളിച്ചു പറയുന്നത് എന്താണ്? നിങ്ങളെ സംബന്ധിച്ച് വളരെ മോശമായ ഒരു റിപ്പോർട്ട് ഇതാ അടുത്ത ലക്കത്തിൽ വരാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇത്ര ലക്ഷം ഉറുപ്പിക തരണം, ഇത്ര സംഖ്യ തരണം, ഇല്ലെങ്കിൽ ഒരു വലിയ റിപ്പോർട്ട് നിങ്ങളുടെ പേരിൽ വരാൻ പോവുകയാണ് എന്ന് പറയുമ്പോ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. ആ കട്ടിലിൽ ഇരുന്നിട്ട് മഹാനായ ഉസ്താദ് അവറുകൾ പറഞ്ഞു, ഇനി എന്നെ പറ്റി വല്ലതും എഴുതാൻ ബാക്കിയുണ്ടോ?
നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം എഴുതിക്കോളൂ, ഒരു നയാകാശം തരില്ല എന്ന് ധൈര്യപൂർവ്വം ഉസ്താദുകൾ പറയുന്നു. ഞാൻ സമീപത്തുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, ഉസ്താദുകളുടെ ആ മനക്കരുത്ത് അത് കണ്ടുപിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ അവസരങ്ങൾ തന്നതിൽ അൽഹംദുലില്ലാ. ഞാൻ ഓർമ്മപ്പെടുത്തിയത് നാം മനസ്സിലാക്കണം, ലോകത്ത് നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, നമ്മുടെ മുന്നേറ്റങ്ങൾ കാണുമ്പോൾ അസൂയാലുക്കളായ പലരും പലതും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ മർക്കസിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ പല വിധേനയും നടന്നിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ വന്നു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറഞ്ഞ ഒരാൾ, വളരെ മോശമായി സംസാരിച്ച ഒരാൾ, അവിടെ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തബീലുസ് സഹീഫ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. പറഞ്ഞ വാചകങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ചില വാചകങ്ങൾ യൂജിബു തഅ്സിറ വബഅദുൽ കലാമി യൂജിബു ഹദ്ദ. ചില വാചകങ്ങൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് അതാ ജഡ്ജിയുടെ മുന്നിലെത്തിയാൽ, ഖാദിയുടെ മുന്നിലെത്തിയാൽ അത് ഗൗരവമേറിയ തെറ്റായത് കൊണ്ട് ശിക്ഷ വിധിക്കേണ്ടതാണ്. മറ്റു ചിലത് പ്രത്യേകമായി ഹദ്ദ് തന്നെ വിധിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ഒരൊറ്റ വിഷയത്തിനും മറുപടി പറയാതെ മുഖം വിവർണമായി അവിടെ തന്നെ ഇരുന്ന മഹാനായ ഇമാം അബൂ ഹനീഫ ഹസ്ബുനല്ലാഹു വ നിഅ്മൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅ്മൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅ്മൽ വകീൽ. നമുക്ക് അല്ലാഹു തആല മതിയാക്കുന്നവനും മതിയായവനുമാണ്, ഏൽപ്പിക്കപ്പെടാൻ ഏറ്റവും പറ്റിയവൻ അവനാണ് എന്നാവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞു. ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞു നടന്ന ഒരാൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ പിന്നാലെ നടന്ന് ചീത്ത പറഞ്ഞു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പകരം പറഞ്ഞില്ല. വീട്ടിലേക്ക് കടക്കുമ്പോൾ കടക്കുന്ന വാതിൽ പിടി പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, കുറെ സമയമായി നീ എന്നെ തെറി പറയുന്നു, ചീത്ത പറയുന്നു, ഞാനിതുവരെ പ്രതികരിച്ചിട്ടില്ല. എനിക്കിതിനോട് പറയാനുള്ളത്, ഞാൻ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് കടക്കുകയാണ്. വീട്ടിൽ കടന്നാൽ നീ പറയുന്ന തെറി വാക്കുകൾ എനിക്ക് കേൾക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇനിയും കുറെ കൂടുതൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ചുരുക്കി പറയുമെങ്കിൽ ഒരല്പസമയം ഞാൻ ഇവിടെ കേൾക്കാൻ വേണ്ടി നിന്ന് തരാം. ഇത് കേട്ടപ്പോൾ തെറി പറഞ്ഞ മനുഷ്യന് തോന്നി, ഈ മഹാനെ ചീത്ത പറയുന്ന എന്നെക്കാൾ ദുഷ്ടനായ മനുഷ്യൻ ആരാണ്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് മാപ്പപേക്ഷിച്ചു. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയില്ലേ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് അതാ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഒരാൾ വരുന്നു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ധാരാളം ചീത്ത പറഞ്ഞു ഒരാളെന്ന് അറിയിക്കുകയാണ്. മഹാനവറുകൾ അതിന് പകരം ചെയ്തത് എന്താണ്? നല്ല ഈത്തപ്പഴം ഒരു കൊട്ടയിൽ നിറച്ചിട്ട് പകരം കൊടുത്തേക്കുകയാണ്. മോനെ, നീ ആഖിറത്തിലേക്ക് സമ്പാദിച്ചു വെച്ച ഒരുപാട് സമ്പാദ്യങ്ങൾ നീ എന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായി എനിക്കറിയാൻ സാധിച്ചു, എനിക്ക് ഹദിയ ചെയ്യുന്നതായി അറിയാൻ സാധിച്ചു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ ദുനിയാവിലേക്ക് സമ്പാദിച്ചു വെച്ച കുറച്ച് ഈത്തപ്പഴം നിനക്ക് ഞാൻ അങ്ങോട്ട് ഹദിയ കൊടുത്തേക്കുന്നു. ആഖിറത്തിലേക്ക് നീ സമ്പാദിച്ചു വെച്ചത് എനിക്ക് ഹദിയ ചെയ്യുമ്പോൾ ദുനിയാവിലേക്ക് സമ്പാദിച്ചു വെച്ചത് പകരം ഞാൻ ഹദിയ തരുന്നു. ഇത് തന്നെയല്ലേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു യുഖാതിബുനി സഫീഹു ബികുല്ലി ഖുബ്ഹി വഅക്റഹു അൻ ഉജീബ ലഹു. ഞാൻ മറുപടി പറയാൻ വെറുക്കുകയാണ്, ഞാൻ മറുപടി പറയാൻ വെറുക്കുകയാണ്. പറയുന്നവർ എന്നെ പലതും പറയുന്നു, പക്ഷേ ഞാൻ അതിനൊക്കെ മറുപടി പറയാൻ വെറുക്കുകയാണ് എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ. ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പണ്ഡിതന്മാരും ക്ഷമാശീലരായി മനക്കരുത്തോടുകൂടി അവര് പഠിച്ച ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി
അവിശ്രമ പരിശ്രമം നടത്തി. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പുരോഗതി മുഴുവനും എന്റെ അസൂയക്കാര് മുഖേനയാണ്. അതുകൊണ്ട് എനിക്ക് എന്നിലേക്ക് അസൂയ വെക്കുന്ന ആളുകൾക്ക് ദീർഘായുസ് കൊടുക്കാൻ ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. കാരണം എന്റെ പുരോഗതി എന്നോട് അസൂയ വെച്ചവരിൽ മുഖേനയാണ് എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ? ഇത് തന്നെയല്ലേ മഹാനായ ശൈഖുനാ ഉസ്താദ് അവരുടെ ചരിത്രം? അത് തന്നെയല്ലേ മർക്കസിന്റെ ചരിത്രം? അതുകൊണ്ട് ഈ മഹത്തായ മർക്കസ് അതിനിയും ഉയരണം, ഇനിയും വളരണം. അതേ, ഈ പാവപ്പെട്ട ഞാനടക്കം ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് പഠിച്ചവരാണ്. ഇപ്പോൾ ഈ സദസ്സിൽ തന്നെ പങ്കെടുത്തവരും പലതിലും പങ്കെടുത്തവരും എത്രയെത്ര ഡോക്ടർമാർ, എത്ര എഞ്ചിനീയർമാർ, എത്ര അഡ്വക്കറ്റുമാർ, എത്ര ഏതെല്ലാം രംഗങ്ങളിലുള്ളവർ ഈ മർക്കസിൽ നിന്ന് പഠിച്ചുപോയി ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടും അവർ കൃത്യമായി നിസ്കരിക്കുന്നവർ, നോമ്പെടുക്കുന്നവർ, സുന്നത്തെടുക്കുന്നവർ, താടി വളർത്തുന്നവർ, അതേ തൊപ്പി ധരിക്കുന്നവർ, നിര്യാണിക്ക് മേലെ പേന്റും തുണിയും ഉടുക്കുന്നവർ, ഇന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർ, ഹദ്ദാദ് പതിവാക്കുന്നവർ, ദിക്ർ ചൊല്ലുന്നവർ, പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാതെ, സയ്യിദന്മാരെ നിന്ദിക്കാതെ, പ്രായമുള്ളവരെ ആദരിച്ച്, കുട്ടികളോട് കാരുണ്യം കാണിച്ച്, കുടുംബത്തിന്റെ മഹിമകൾ പരിഗണിച്ച്, മാതാപിതാക്കളെ പരിഗണിച്ച്, എല്ലാ രംഗങ്ങളിലും കഴിയുന്ന സേവനങ്ങൾ ഏത് രാഷ്ട്രത്തിലായാലും ഏത് രംഗത്തായാലും എവിടെ ആയാലും അള്ളാഹുവിനെ മറക്കാതെ, അള്ളാഹുവിന്റെ ദീന് മറക്കാതെ, പഠിച്ച സ്ഥാപനം മറക്കാതെ, പഠിപ്പിച്ച ഗുരുനാഥന്മാരെ മറക്കാതെ, അതിനെ സഹായിച്ച ജനങ്ങളെ മറക്കാതെ സേവന രംഗത്ത് മുന്നേറുന്ന 10,000 വളർത്തിയെടുക്കാൻ ഈ മഹത്തായ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്തട്ടെ. ഇതിനു വേണ്ടി വിദേശങ്ങളിൽ നിന്ന് അധ്വാനിച്ചവർ, സഹായിച്ചവർ, നാട്ടിൽ അധ്വാനിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രചരിപ്പിച്ചവർ, ഒരു വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ മഹാനായ ശൈഖുനാ അവർക്ക് കരുത്തേകിയവർ, അവരെല്ലാം സന്തുഷ്ടരാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കുമെല്ലാം ലോകത്തിന്റെ മുഴുവനും നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തിന്റെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ അന അവ്വലു മൻ യുഹർരികു ഹൽഖൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കി സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ് ഞാൻ എന്ന് പറഞ്ഞ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് വരുമ്പോ സന്തോഷത്തോടെ ആ ചടങ്ങിലും പങ്കെടുക്കാൻ സാധുക്കളായ നമുക്കും അവർക്കും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം. അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് വർദ്ധിപ്പിച്ചു തരട്ടെ. ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീൻ, മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങൾ പഠിപ്പിച്ച ദീൻ, മഹാന്മാരായ സഹാബത്ത് പഠിപ്പിച്ച ദീൻ, അയിമ്മത്ത് മുജ്തഹിദുകൾ പഠിപ്പിച്ച ദീൻ വെറും ചെറിയ പായക്കപ്പലിൽ കയറിയിട്ട് ആരും സ്വീകരിക്കാനില്ലാത്ത ഒരു കാലത്ത്, ഒരു കാപ്പി പോലും കൊടുക്കാനില്ലാത്ത കാലത്ത്, ഒരു വെള്ളം സൽക്കരിക്കാൻ ആളില്ലാത്ത കാലത്ത്, ഒരു സ്റ്റേജ് ഒരുക്കി കൊടുക്കാൻ ആളില്ലാത്ത കാലത്ത് വെറും പായക്കപ്പലിൽ കയറി ഈ രാജ്യത്തേക്ക് വന്ന് അള്ളാഹുവിന്റെ ദീൻ പ്രചരിപ്പിച്ച മാലിക് ഇബ്നു ദീനാർ, ശറഫ് ഇബ്നു മാലിക്, മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹും വനഫഅന അല്ലാഹു ബിഹിം ഫിദ്ദാറൈൻ, അങ്ങനെയുള്ള മഹാന്മാരില്ലേ, അവരെ ഇവിടെ സഹായിക്കാൻ ആരാണ് ഉണ്ടായിരുന്നത്? ആരുമില്ല. അവരെ പൂർണ്ണമായി അള്ളാഹുവിൽ തവക്കുലാക്കി. അള്ളാഹുവാണ് കൊടുക്കുന്ന രാജാവ്, അവനാണ് തടുക്കുന്ന രാജാവ്, അവന് മാത്രമേ അധികാരമുള്ളൂ, അവന് മാത്രമേ കഴിവുള്ളൂ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തുത്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ
وتعز من تشاء وتذل من تشاء بيدك الخير. എല്ലാ അധികാരത്തിന്റെയും ഉടമസ്ഥനായ അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി വെളിച്ചം കണ്ടും കാണാതെയും ശുദ്ധവെള്ളം കുടിച്ചും കുടിക്കാതെയും ആ പാതിരാ സമയങ്ങളിലും അറബിക്കടലിലെ തിരമാലകളെ മെല്ലടിച്ച് ആരും ഒരു നയാകാശ് അവര് വന്ന് ദീനീ പ്രബോധനം നടത്തിയതിന്റെ പേരിൽ ഒരു നയാകാശ് അതാ കവറിലിട്ട് കൊടുക്കാൻ ഒരു കമ്മിറ്റിക്കാരൻ ഇവിടെയില്ല, സംഘടിപ്പിക്കാൻ ഒരു സംഘടനക്കാരനില്ല, അതേ അവരെ സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അമേരിക്കയും അമേരിക്കയുടെ ഭരണവും ഇന്ത്യയും ഇന്ത്യയുടെ ഭരണവും ലോകം മുഴുക്കെയുള്ള ഭരണവും ലോകം മുഴുക്കെയുള്ള സമ്പത്തും എല്ലാം കിട്ടുന്നതിനേക്കാൾ നീ മുഖേന ഒരൊറ്റ മനുഷ്യനെ അള്ളാഹു സന്മാർഗത്തിലാക്കുന്നത് ഖൈറാണെന്ന് സർവ ഖൈറും പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടുത്തെ വാക്കൊരിക്കലും തന്നെ ലംഘിക്കപ്പെടുകയില്ലല്ലോ എന്ന നിലക്ക് റബ്ബിന്റെ മേൽ തവക്കുലാക്കി ഒരു നയാകാശ് പ്രതിഫലം പ്രതീക്ഷിക്കാതെ, ഒരൊറ്റ മനുഷ്യൻ കൈപിടിച്ച് ചുംബിക്കുമെന്ന് പ്രതീക്ഷിക്കാതെ, ഒരൊറ്റ മനുഷ്യൻ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമെന്ന് ചിന്തിക്കാതെ, അതേ ഒരു കാര്യലാഭവും സ്ഥാനമാനവും ഒന്നും ചിന്തിക്കാതെ റബ്ബിന്റെ മേൽ 100% തവക്കുലാക്കി വന്ന് ദീനിന്റെ പ്രവർത്തന രംഗത്ത് വന്ന് ഇവിടെ തൃശൂർ ജില്ലയിലെ അതേ ഒന്നാമത്തെ പള്ളി, അതേ നിർമ്മിച്ചിട്ടുള്ള ചേരമാൻ പള്ളി നിർമ്മിച്ച, കാസർഗോഡ് മാലിക് ദിനാർ മസ്ജിദ് നിർമ്മിച്ച, അതേ നമ്മുടെ മാടായി പള്ളി നിർമ്മിച്ച, ധർമ്മണം പള്ളി നിർമ്മിച്ച, അങ്ങനെ 10ഓളം സ്ഥലങ്ങളിൽ 12 ആളുകൾ പള്ളി നിർമ്മിച്ചെങ്കിൽ ആ കാലഘട്ടത്തിൽ വന്ന് അവര് പള്ളിയിൽ നടപ്പാക്കിയ ജുമഅക്ക് 2 ബാങ്കായിരുന്നില്ലേ, ഖുതുബക്ക് ഭാഷ അറബിയായിരുന്നില്ലേ, റമദാനിൽ 20 തറാവീഹായിരുന്നില്ലേ, അവിടെ പുരുഷന്മാരെ മാത്രം ജുമഅക്ക് പങ്കെടുപ്പിക്കലായിരുന്നില്ലേ? അവരുടെ കാലഘട്ടം മുതലേ റബീഉൽ അവ്വൽ വരുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസം വരുമ്പോൾ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച നബി തങ്ങളുടെ മുന്നിൽ വെച്ച് മദീനയിൽ വെച്ച് തന്നെ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ ദായി വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദായി എന്നിങ്ങനെ ചൊല്ലി ഹബീബായ നബി തങ്ങളുടെ മൗലിദ് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മദീനയിൽ ഹബീബിന്റെ മുന്നിൽ വെച്ച് തന്നെ ചൊല്ലി വന്നത് മുതൽക്ക് തുടർന്ന് വരുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം വരെ സുന്നത്ത് ജമാഅത്തിന്റെ ശിആറുകൾ അതേ കാനൂ യസ്തഹിബ്ബൂന യുത്അമനിൽ മയ്യിതി 7 അയ്യാം സഹാബത്ത് നടപ്പാക്കിയ മരിച്ച മയ്യിത്തിന്റെ പേരിലുള്ള 7 ദിവസത്തെ ഭക്ഷണം വരെ അതേ സഹാബത്ത് നടപ്പാക്കിയ ഖബറിന്റെ സമീപത്തുള്ള ഖുർആനോത്ത് വരെ മയ്യിത്തും വെച്ചുള്ള പ്രാർത്ഥന വരെ സഹാബത്ത് നടപ്പാക്കിയ മുഴുവൻ ആശയങ്ങളും ഈ കേരളത്തിൽ കൊണ്ടുവന്ന് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു നടപ്പാക്കിയപ്പോൾ ഓ സുഹൃത്തുക്കളെ, അവരാരും തന്നെ കാര്യലാഭത്തിനു വേണ്ടി ഞങ്ങൾ ശൈഖാണെന്ന് പറഞ്ഞ് മഹാന്മാരായ സഹാബത്ത് പഠിപ്പിച്ചതിനെതിരെ നിസ്കാരം വേണ്ടെന്നോ അല്ലെങ്കിൽ ഹജ്ജ് വേണ്ടെന്നോ അല്ലെ ആലിമീങ്ങളെ തള്ളി പറയാമെന്നോ ആലിമീങ്ങളെ കുറ്റം പറയാമെന്നോ അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് ശരീഅത്തിനെതിരായ ആശയങ്ങളോ കള്ളം പറയുന്ന ചിന്താഗതികളോ അല്ലെങ്കിൽ സ്വയം വലുതാകാൻ വേണ്ടി തങ്ങളല്ലാത്തവര് തങ്ങളാണെന്ന് പ്രഖ്യാപിക്കലോ അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് സ്വന്തത്തിൽ സ്ഥാനമാനം ലഭിക്കാൻ വേണ്ടി
അതാ പലതും പറഞ്ഞു വിടലോ, പലതും ചെയ്തു വിടലോ, ചെയ്യാൻ വേണ്ടി പ്രേരണ നൽകലോ, അതിനുവേണ്ടി സഹായിക്കലോ, തെറ്റായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കലോ ചെയ്തുകൊണ്ടുള്ള ഒരു വ്യാജ ശൈഖോ അല്ലെങ്കിൽ ഒരു മുബത്തദിയോ ഒരു പുത്തനാശയക്കാരനോ ആ മഹാന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. മറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച, ഹദീസ് പഠിപ്പിച്ച, സഹാബത്ത് പഠിപ്പിച്ച, അയിമ്മത്ത് പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്ത് മാത്രം കളങ്കമില്ലാതെ അവർ പഠിപ്പിച്ചു. അത് പിന്തുടർന്ന് നടന്നു വന്നിരുന്ന കേരള ജനത, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി മുസ്ലിമീങ്ങൾ ജീവിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ സമുദായവും ഈ സമുദായത്തോട് ബഹുമാനമുള്ളവരും ആദരവുള്ളവരും സ്നേഹമുള്ളവരുമായി തന്നെ മുന്നോട്ട് നീങ്ങി. പക്ഷേ അതാ പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ, അതുപോലെ തന്നെ ഇഷ്ടാനുസരണം വിവർത്തനം ചെയ്യുന്നവർ, ഇഷ്ടാനുസരണം അർത്ഥം പറയുന്നവർ രംഗത്ത് വന്ന് സുബ്ഹാനല്ലാഹ് മറ്റ് സമുദായങ്ങളുടെ മുന്നിൽ ഈ സമുദായത്തിന്റെ പേരിൽ തീവ്രവാദം ആരോപിക്കാൻ, അതുപോലെ മറ്റ് കാര്യങ്ങൾ ആരോപിക്കാൻ സന്ദർഭമുണ്ടാക്കി കൊടുത്തത് ഇവിടെയുള്ള പുത്തൻവാദികളല്ലേ, അവരല്ലേ? അതേ തീവ്രവാദങ്ങൾക്കും ഭീകരവാദങ്ങൾക്കുമൊക്കെ ഏണി വെച്ചു കൊടുത്തത് അവരല്ലേ? ആ പുത്തനാശയക്കാരുടെ ശർറിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പണ്ഡിതന്മാര് സംഘടിച്ചതല്ലേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യഥാർത്ഥ ആശയം ഇവിടെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി 60 വർഷങ്ങൾക്ക് മുമ്പ് പണ്ഡിത സഭ രൂപീകരിച്ച് അതാ മുറിഞ്ഞു പോകാതെ മഹാനായ ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാർ, പാണക്കാട് പൂക്കോയ തങ്ങൾ, ഇ.കെ. ഹസൻ മുസ്ലിയാർ, നവറല്ലാഹു മർഖദുഹും തുടങ്ങിയ മഹാന്മാരാൽ കൈമാറി വന്നു മഹാനായ നൂറുൽ ഉലമയുടെ, മഹാനായ സുൽത്താനുൽ ഉലമയുടെ, കൻസുൽ ഉലമയുടെ അങ്ങനെയുള്ള പണ്ഡിതന്മാർ ഇന്നും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ആജ്ഞാനുസാരണം മാത്രം, അവര് പറയുന്നതനുസരിച്ച് മാത്രം, ചെറുതാകട്ടെ വലുതാകട്ടെ മുഴുവൻ വിഷയങ്ങളും ഈ ഇരിക്കുന്ന ഈ മഹത്തായ മർക്കസിന്റെ മാനേജർ സി ഉസ്താദ് അടക്കം, പൊന്മള ഉസ്താദ് അടക്കം വിനീതരായ ഞങ്ങൾ ആ പ്രായം ചെന്ന മഹാപണ്ഡിതന്മാരുടെ നിർദ്ദേശപ്രകാരം മാത്രം SYSന്റെ പ്രവർത്തനം സജീവമായി നടത്തുന്നു. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിൽ നിന്ന് മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച മഹത്തായ SSF അതിന്റെ പ്രവർത്തനം സജീവമായി നടത്തുന്നു. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നതിന് മുമ്പ് മുഹീദ്ദീൻ പള്ളി നഷ്ടപ്പെട്ടു, അതേ ശാദുലി പള്ളി നഷ്ടപ്പെട്ടു, നമ്മുടെ പള്ളികൾ അതേ മഖ്ബറകൾ തകർക്കപ്പെട്ടു. എന്നിട്ട് വിഗ്രഹം തകർത്തു എന്ന് അതേ എടവണ്ണയിലെ മഖ്ബറ തകർത്തിട്ട് എഴുതി വെച്ചു. കുറ്റ്യാടിയിലും പരിസരങ്ങളിലും ഒരുപാട് മഹല്ലുകളും പള്ളികളും മദ്രസകളും നഷ്ടപ്പെട്ടു. അങ്ങനെ നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു വഅദ് പറയാൻ നിങ്ങൾക്കറിയില്ലേ, പുളിക്കലിൽ ഹൈക്കോടതിയിൽ പോയി പെർമിറ്റ് വാങ്ങിക്കൊണ്ട് വരേണ്ടി വന്നു. ഇങ്ങനെ സുന്നികൾക്ക് സംഘടനാ ശക്തിയില്ലാത്ത കാലത്ത് സുന്നികളെ അടിച്ചമർത്തിയിരുന്ന ഒരു കാലം കഴിഞ്ഞപ്പോൾ സുന്നികൾ സടകുടഞ്ഞെഴുന്നേറ്റ് സുബ്ഹാനല്ലാഹ് ശക്തമായ പ്രവർത്തനം SYSലൂടെ SSFലൂടെ കാഴ്ചവെച്ചപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്നങ്ങനെ ഒരു പെർമിറ്റിന് കോടതിയിൽ പോകേണ്ടതില്ല. ഇന്ന് സുന്നികളുടെ ഒരു പള്ളി പിടിക്കാൻ വന്നാൽ അതിന് സാധ്യമല്ല. ആ വിധത്തിൽ നമ്മുടെ സംഘടന ശക്തിപ്പെട്ടതിന്റെ ഭാഗമാണ് നമ്മുടെ സർവ സ്ഥാപനങ്ങളും സർവ പ്രവർത്തനങ്ങളും. ഈ മഹത്തായ മർക്കസും SYSന്റെ ഒരു സമ്മേളനത്തിൽ മഹാനായ മർഹൂം മുഹമ്മദ് അലവി മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി വന്ന് ചില സ്ഥാപനം നടത്തി തുടങ്ങിയതാണ്. അതുകൊണ്ട് നമ്മുടെ സംഘടനയുടെ സമ്മേളനം ഇന്നു മുതൽ നിങ്ങൾ നെഞ്ഞിലേറ്റി, അത് കഴിഞ്ഞിട്ടേ വിശ്രമമുള്ളൂ. അത് കഴിഞ്ഞാലും വിശ്രമമില്ല. നമുക്ക് വിശ്രമത്തിനുള്ള സ്ഥലം ഖബറാണ്. അവിടെ നമുക്ക് നോട്ടീസ് ഒട്ടിക്കേണ്ടതില്ല, ചുമരെഴുത്ത് നടത്തേണ്ടതില്ല, അവിടെ അതാ വിഭവങ്ങൾ പിരിക്കേണ്ടതില്ല. ഖബറിൽ നമുക്കൊരു പണിയും വേറെയില്ല. അവിടെ സന്തോഷത്തോടെ സ്വർഗം കണ്ട് കിടക്കാൻ
പോകാൻ നമുക്ക് കഴിയണം. അവിടെ നിന്ന് പോയാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂടാൻ കഴിയണം. അവസാനം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ അവിടുന്ന് മുൻപല്ല് പൊട്ടിത്തെറിച്ചു പോറ്റിയ ദീൻ, അവിടുത്തെ കയ്യിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചു പോറ്റിയ ദീൻ, അവിടുത്തെ കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചു പോറ്റിയ ദീൻ. ഹല്ലന്തി ഇല്ലാ ഇസ്ബഉദമീതി വഫീ സബീലില്ലാഹി മലഖീതി. നമ്മളുടെ ത്യാഗം ത്യാഗമല്ല. ഇന്ന് വരെ പ്രസംഗിച്ചിട്ട്, ഇന്ന് വരെ പ്രവർത്തിച്ചിട്ട് ആ വകയിൽ മുമ്പല്ല് പൊട്ടിത്തെറിച്ചിട്ടില്ല, കൈവിരൽ മുറിഞ്ഞിട്ടില്ല, കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചിട്ടില്ല. അതേ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് ദീനീ പ്രവർത്തനം നടത്തിയത്. അവിടുത്തെ പേരിൽ എന്തെല്ലാമാണ് പറഞ്ഞുണ്ടാക്കിയത്. സുബ്ഹാനല്ലാഹ്, അമ്പിയാക്കൾ മുഴുവനും എന്തെല്ലാം കുപ്രചരണങ്ങൾക്കാണ് വിധേയമായത്. പക്ഷേ പതറാതെ പ്രവർത്തനം നടത്തി എന്ന് മാത്രമല്ല, എതിരാളികളെ നശിപ്പിക്കാൻ മലായികത്ത് വന്ന് ചോദിക്കുമ്പോഴും അവരെ മക്കളെങ്കിലും ഹിദായത്തിൽ വന്നാലോ നശിപ്പിക്കണ്ട എന്ന് പറഞ്ഞ റഹ്മത്തുൽ ലിൽ ആലമീൻ, ഖായിദുൽ ഗുർരിൽ മുഹജ്ജലീൻ, ശഫീഉൽ മുദ്നിബീൻ, മൽജഉൽ ഫുഖറാഇ വൽ മസാകീൻ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സറവാക്കപ്പെട്ട മുഖം കണ്ട് അവിടുത്തെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂടി അവിടുന്ന് സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അല്ലാഹുവേ, ഞങ്ങൾക്ക് മുഴുവൻ പ്രചോദനങ്ങളും നൽകി ഞങ്ങളെ വളർത്തുകയും ഞങ്ങളെ വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന മഹാനായ ഖമറുൽ ഉലമയുടെ കൂടെ, നൂറുൽ ഉലമയുടെ കൂടെ, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ താജുൽ ഉലമയുടെ കൂടെ, ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ അസാത്തിയത്തിന്റെ കൂടെ, ഞങ്ങളുടെ നേതാക്കളുടെ കൂടെ, സയ്യിദന്മാരുടെ കൂടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഞങ്ങൾക്കും അവരുടെ ഖാദിമീങ്ങൾ എന്ന നിലയ്ക്ക് ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തരണേ റഹ്മാനേ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. اللهم إنا نسألك ونتوجه إليك بنبيك نبي الرحمة يا محمد يا رسول الله.